പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അവതരിപ്പിച്ച ടർബോ, ഇതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ടർബോ റിലീസ് ചെയ്ത് അന്ന് തന്നെ കണ്ടിരുന്നു. റിവ്യൂ ഇടാനും കുറച്ച് വൈകി. ടർബോ റിലീസ് ചെയ്തിട്ട് ഇപ്പൊ 2 ദിവസം, ഇന്ന് 3ാമത്തെ ദിവസമാണ്. ശക്തമായ ഡിഗ്രേഡിങ് സിനിമയ്ക്ക് നടക്കുന്നുണ്ട്. ചിലർ ആവറേജ് പറയുന്നു, ചിലർ മോശം പറയുന്നു, ചിലർ തല്ലിപ്പൊള്ളി പടം പറയുന്നു, ചിലർ മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നു. ഒരുപാട് ഡിഗ്രേഡിങ് നടക്കുന്നുണ്ടെങ്കിൽ തരും പടം വളരെ സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷനായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഏതാണ്ട് 3 ദിവസം കൊണ്ട് 40 കോടിക്ക് മുകളിലായിട്ട് ട്രാക്കേഴ്സ് കണക്ക് പറയുന്നുണ്ട് പടത്തിന്റെ ഗ്രോസ് കളക്ഷൻ. എനിവേ, എന്ത് തന്നെയായാലും നമ്മളൊരു സിനിമ കാണാൻ മുമ്പേ അതിന്റെ ജേണർ ഏതാണോ അതിനോട് നമ്മൾ മനസ്സ് സെറ്റ് ചെയ്ത് വേണം ആ സിനിമ കാണാൻ നമ്മൾ. എന്നിട്ട് വേണം നമ്മൾ ആ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാൻ. അല്ലാതെ നമ്മൾ മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുൻവിധികളുമായി ചെന്നിട്ട് ഒരു വടക്കമീരകഥയോ അല്ലെങ്കിൽ ഒരു ആവർത്തനമോ അല്ലെങ്കിൽ ഒരു ആദലോ ഒക്കെ പ്രതീക്ഷിച്ചിട്ട് പോകരുത്. ഈ സിനിമ ഒരു മാസ് മസാല എന്റർടൈനറാണ്. ആ രീതിയിൽ തന്നെയാണ് വൈശാഖ്, മമ്മൂട്ടി, മിഥുൻ മാനുവൽ തോമസ് ഒരുക്കിയിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തില് ഞാൻ 100% സാറ്റിസ്ഫാക്ഷനോടെ കണ്ടിറങ്ങിയ മമ്മൂട്ടിയുടെ വളരെ നാളിന് ശേഷം എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സിനിമയായിരിക്കും ടർബോ. ടർബോ എന്ന് പറയുന്ന ടർബോ ജോസ് ഇടുക്കിയിലെ ഒരു ഹൈറേഞ്ച് ഒരു ജീപ്പ് ഡ്രൈവറാണ്. അയാളും അയാളുടെ അമ്മയും ഒരുമിച്ചാണ് താമസം. അവർക്ക് ചുറ്റുമുള്ള കുറച്ച് ആളുകൾ, അവരുടെ ചില പ്രശ്നങ്ങളിലൊക്കെ ജോസ് ഇടപെട്ടു പോകുന്നു. കുറച്ചുകൂടി ക്രൂഷ്യലായിട്ടുള്ള വേറൊരു സ്റ്റേജിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നു. ചെന്നൈയിലേക്ക് ഒന്ന് പോകേണ്ടി വന്ന ജോസ് അവിടെ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഒന്നും കൂടി വൈഡാവുകയാണ്. അത് എത്രമാത്രം വൈഡാവുക എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനായ ജോസിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമുള്ള ചില പ്രശ്നങ്ങളിലേക്കാണ് ജോസ് ഇറങ്ങി പോകുന്നത്. അല്ലും പിടിയും അടിയും മാത്രം അറിയാവുന്ന ജോസ് അതിനെ എങ്ങനെ നേരിടുന്നു എന്നാണ് സിനിമ പറയുന്നത്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മാസ് മസാല ആക്ഷൻ സിനിമയാണ്. തനിക്ക് തല്ലാൻ മാത്രമേ ജോസിനെ അറിയാവുള്ളൂ. തല്ലിയാണ് എന്തിന് പരിഹാരം കാണുന്നു. അത് തല്ലുകാരനായിട്ടൊന്നുമല്ല അവതരിച്ചിരിക്കുന്നത്. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രതിരോധിക്കുന്നതാണ്. അവസാനം വരെ ഓടി രക്ഷപ്പെടാനും അമ്മയെ കൂട്ടുകാരെ കൂട്ടി അവിടെ നിന്ന് ഓടി ഒളിക്കാനൊക്കെ നാട്ടിലേക്ക് വരാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരവിടെ ഒരു ഗത്യന്തരമില്ലാതെ നിർത്തപ്പെടുകയും വേറെ നിവൃത്തിയുമില്ലാതെ തിരിച്ചടിക്കേണ്ടി വരുന്ന ടർബോ ജോസിന്റെ കഥയാണ്. വെറും ഒരു തല്ല് അടിപിടി സിനിമ എന്നതിനപ്പുറം ഈ സിനിമയിൽ ഒരു വൃത്തിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കഥയുണ്ട്, കുറച്ച് കോമഡി ഉണ്ട്. ഇതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം 100% വർക്കായിട്ടുണ്ട്. മിഥുൻ മാനുവൽ നല്ല രീതിയിൽ സിനിമ എഴുതിയിട്ടുണ്ട്. ആ സിനിമയെ വളരെ മനോഹരം എന്നല്ല പറയേണ്ടത്, വളരെ ഗംഭീരമായി തന്നെ വൈശാഖ് സ്ക്രീനിലാക്കിയിട്ടുണ്ട്. ഇനി വൈശാഖിന്റെയും മിഥുൻ മാനുവലിന്റെയും എഴുത്തും സംവിധാനത്തിന് അപ്പുറത്തേക്ക് മമ്മൂട്ടി 73ാം വയസ്സിലും തന്റെ പരിമിതിക്ക് അപ്പുറം കടന്ന് പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ടോപ്പ് ആക്ഷനാണ്. ഏതാണ്ട് 8 ആക്ഷൻ സീക്വൻസിൽ മമ്മൂട്ടി ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള പെർഫോമൻസ് ഓരോ ആക്ഷൻ സീക്വൻസിന് കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന ഏത് ലെവലിലേക്ക് സിനിമ ഉയരണം എന്ന് നമ്മൾ കരുതുന്നുവോ ആ ലെവലിന് അപ്പുറമുള്ള ഒരു പെർഫോമൻസ് സിനിമ മുഴുവൻ സമയങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അവസാനത്തെ ഒരു 40-44 മിനിറ്റ് ഹൈ അഡ്രിനാലിൻ റഷ് നൽകുന്ന ചേസ് സീക്വൻസുകൾ, അത് കൂടാതെ ഫൈറ്റ് സീക്വൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും നമുക്ക് സിനിമ 100% സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു കയ്യടിയോടുകൂടി നമുക്ക് തിയേറ്ററിൽ എഴുന്നേക്കാൻ പറ്റും. ഇതിനിടയിൽ കട്ട നെഗറ്റീവ് പറയുന്ന ഡിഗ്രേഡിന് വേണ്ടി മാത്രം ചാനലുകൾ സംസാരിക്കുന്ന ചിലവരുടെ റിവ്യൂസ് ഒക്കെ വന്നിരുന്നു. മമ്മൂട്ടി കമ്പനി അതൊക്കെ ചിലതൊക്കെ റിവ്യൂ ഒക്കെ പൂട്ടിച്ചു, ചാനൽ പൂട്ടിച്ചതൊക്കെ ചിലത് കേൾക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇത് നെഗറ്റീവ്, അത്രയധികം നെഗറ്റീവ് പറയേണ്ട ഒരു തരത്തിലുള്ള ഒരു സിനിമയല്ല ഇതിന് ജേണൽ നമ്മൾ മനസ്സിലാക്കുക. ആ ജേണൽ മനസ്സിലാക്കി നമ്മൾ മനസ്സിനെ സെറ്റ് ചെയ്യുക, കാണുക. നമുക്ക് എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന സിനിമയാണ് ടർബോ. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമ ഒരു വ്യവസായമാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഈ വ്യവസായത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന 2 താരങ്ങളാണ്. ഒരു സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് ബാധിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമല്ല, ആ സിനിമയെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ബാധിക്കുന്നുണ്ട്. അത് ഈ ഡിഗ്രേഡ് ചെയ്യുന്ന വൃത്തികെട്ട ആളുകളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഒരു സിനിമ വിജയിച്ചാൽ അത് കിട്ടുന്ന പണം അതൊരിക്കലും അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർ അലമാരി ചീരിട്ട് വെക്കുകയെന്നല്ല ചെയ്യുന്നത്, അത് വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് മുടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കതിന് പ്രചോദനമാക്കുകയും വീണ്ടും ആ പണം മുടക്കുകയും വീണ്ടും ഒരുപാട് പേർക്ക് തൊഴിലവസരം കിട്ടുകയും ചെയ്യും. ആ പണം നമ്മുടെ മാർക്കറ്റിൽ കിടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. വൃത്തികെട്ട ഫ്രസ്ട്രേഷനും വൃത്തികെട്ട ഫാൻസ് ചിന്താഗതികളും മാറ്റിവെച്ചുകൊണ്ട് സിനിമയായിട്ട് എല്ലാവരും സമീപിക്കുക. ആക്ഷൻ സിനിമ എന്ന പേരിൽ തുടങ്ങിയ മധുരരാജയൊക്കെ സമ്മാനിച്ചത്. കാരണം ഒന്നാമത് മെയിനായിട്ട് ഒരു കഥയില്ല അതിനകത്ത്. പിന്നെ പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് നല്ല ആക്ഷൻ സീക്വൻസ് അതിനകത്തില്ലായിരുന്നു. പിന്നെ അതിന്റെ വിഷ്വൽസ് ഡയറക്ഷനൊക്കെ കൊണ്ട് മാത്രം ആ സിനിമ അത്യാവശ്യം വിജയിച്ചത്. ഈ സിനിമ അങ്ങനെയല്ല. ഈ സിനിമ മമ്മൂട്ടി കയ്യും മെയ്യും മറന്ന് ഈ 73 വയസ്സെന്നുള്ള പ്രായം മറന്നതിന് അധ്വാനിച്ചിട്ടുണ്ട്. എന്തായാലും തിയേറ്റർ വാച്ച് മസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ തന്നെയാണ്. ഇനി ടെക്നിക്കലി എടുത്തു പറയേണ്ടത് പടത്തിന്റെ സംവിധാനം വൈശാഖ് ഗംഭീരമാക്കിയിട്ടുണ്ട്. അഭിനയം മമ്മൂട്ടി ആയാലും ബിന്ദു പണിക്കരായാലും പടത്തിന്റെ നായിക ശബരീഷ് വർമ്മ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറയേണ്ടത് മമ്മൂട്ടി ബിന്ദു പണിക്കർ കോംബോയാണ്. മമ്മൂട്ടി ബിന്ദു പണിക്കർ കോംബോയിലുള്ള കോമഡികളൊക്കെ 100% വർക്കൗട്ട് ആയിട്ടുണ്ട്.
പിന്നെ പറയേണ്ടത് പടത്തിന്റെ വില്ലൻ രാജ്ബി ഷെട്ടിയുടെ പെർഫോമൻസ് ആണ്. ഒരു ഗംഭീരമായ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് രാജ്ബി ഷെട്ടി ഉടനീളം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ധ്രുവം പോലുള്ള സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനായി ഈ സിനിമയിലാണ് കിട്ടിയിട്ടുള്ളത്. ഡയലോഗ് ഡെലിവറി ആയാലും കഥാപാത്രത്തിന്റെ സ്വാഗായാലും അത് പിടിച്ചു ചെയ്തിട്ടുണ്ട്. തെലുങ്ക് നടൻ സുനില് കോമഡിയനായിട്ടാണ് സിനിമയിൽ വന്നത്. കോമഡിയിലൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് BGM ആണ്. BGM ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവ്യറാണ്. പടത്തിന്റെ ആംബിയൻസിലേക്ക് കടക്കുന്നതിലും ലിഫ്റ്റ് ചെയ്ത് വേറെ ലെവലിലേക്ക് എത്തിക്കുന്നതും ക്രിസ്റ്റോ സേവ്യറിന്റെ മ്യൂസിക് ആൻഡ് BGM ആണ്. ഗംഭീരമായി തന്നെ അത് പടത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡീഗ്രേഡ് ചെയ്യുന്നവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് പടം ഗംഭീരമായി വിജയിക്കുന്നുണ്ടെന്നറിയാൻ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ വരുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു പ്രതീക്ഷ വളരെ കുറവായിരുന്നു. എന്ത് തന്നെയായാലും എല്ലാ പ്രതീക്ഷകളുടെയും മുകളിൽ ആണിയടിച്ച് ഗംഭീരമായി തന്നെ ഈ പടം വിജയിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ട്രാക്കിന്റെ കളക്ഷൻ 40 കോടിക്ക് മുകളിൽ പറയുന്നുണ്ട്. ഏതായാലും ഒരാഴ്ച കൊണ്ട് തന്നെ പടം 100 കോടി ക്ലബിൽ എത്തുന്നു. എത്തട്ടെ നമുക്ക് ആശംസിക്കാം. മറ്റൊരു സിനിമ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.